സഹകരണ സംഘങ്ങളെ പിഴിഞ്ഞ് സർക്കാർ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് 1000 കോടി കൂടി കണ്ടെത്താൻ സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം. 2000 കോടിക്ക് പുറമെ 1000 കോടി കൂടി നൽകണം. ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ആർ രാജീവ് ചേർന്നു. രാജീവ്, സാമൂഹ്യ സുരക്ഷാ പെൻഷനായി സർക്കാർ സഹകരണ സംഘങ്ങളെ പിരിയുകയാണ്. 1000 കോടി കൂടി കണ്ടെത്താനാണ് സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം. 2000 കോടിക്ക് പുറമെയാണ് ഈ ഒരു 1000 കോടി കൂടി നൽകണമെന്ന നിർദ്ദേശം. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ആ സംസ്ഥാനം കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തായാലും സ്ഥിതി വ്യത്യസ്തമല്ല. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും നേരിടുന്നില്ലെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിലാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും സംസ്ഥാനം നേരിടുന്നില്ലെന്ന് ധനമന്ത്രി പറഞ്ഞത്. എന്നാൽ കണക്കുകൾ അങ്ങനെയല്ല. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈനംദിന ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ യഥാസമയം നൽകിയില്ലെങ്കിൽ അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തൽ CPM-നുണ്ട്. CPM ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുൻപ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടിക്ക് കാരണമായതായി സർക്കാർ വിലയിരുത്തിയിരുന്നു. CPM ഇതേ വിലയിരുത്തലിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകണമെന്ന നിർദ്ദേശമാണ് CPM നൽകിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വീണ്ടും സഹകരണ സംഘങ്ങളെ പിഴിയാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകി വരുന്നത് സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ്. സാമ്പത്തിക പ്രതിസന്ധി മുൻനിർത്തിയാണ് ഈ സഹകരണ സംഘങ്ങളിലെ നിക്ഷേപങ്ങൾ വകമാറ്റിക്കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ സംസ്ഥാന സർക്കാർ നൽകി വരുന്നത്. അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ പെൻഷൻ നൽകിയ രീതിയിൽ സഹകരണ സംഘങ്ങൾക്ക് കൃത്യമായി സർക്കാർ പണം നൽകുന്നില്ല. കോടികളുടെ കുടിശ്ശികയാണ് സർക്കാർ വരുത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 1500 കോടി രൂപയ്ക്കടുത്തെങ്കിലും സഹകരണ സംഘങ്ങൾക്ക് സർക്കാർ കുടിശ്ശികയായി നൽകാനുണ്ട്. ഇത് എപ്പോൾ നൽകും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും സംസ്ഥാന സർക്കാർ വരുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ പോലും ഈ കൺസോർഷ്യത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഒക്കെയാണ് നിലവിൽ സർക്കാർ സഹകരണ സംഘങ്ങളിൽ നിന്ന് പണം ഏറ്റെടുക്കുന്നത്. റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾ പോലും പാലിക്കാതെയാണ് ഈ രീതിയിൽ പണം ഏറ്റെടുക്കുന്നത് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടെയാണ് വീണ്ടും 1000 കോടി കൂടി കണ്ടെത്തണമെന്ന കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സഹകരണ സംഘങ്ങൾക്ക് സംസ്ഥാന സർക്കാർ വീണ്ടും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടിയാണ് 1000 കോടി കൂടി കണ്ടെത്തണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ 2000 കോടി കണ്ടെത്തണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. എന്നാൽ സഹകരണ വകുപ്പ് രജിസ്ട്രാർ ഇതിന് മറുപടിയായി അറിയിച്ചത് പല സഹകരണ സംഘങ്ങളും ഇതിനോട് സഹകരിക്കുന്നില്ല. പഴയ കുടിശ്ശിക തീർക്കാതെ ഇനി പണം കണ്ടെത്താൻ കഴിയില്ല എന്നാണ് സഹകരണ സംഘങ്ങൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല പല സഹകരണ സംഘങ്ങളും പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ പോലും പിന്മാറുകയാണ്. ഈ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നു പോകുമ്പോൾ എങ്ങനെ പണം തിരികെ ലഭിക്കും എന്നതാണ് ഈ സഹകരണ സംഘങ്ങളെ ആശങ്കയിലാക്കുന്നത്. മാത്രമല്ല പലരുടെയും നിക്ഷേപങ്ങൾ വകമാറ്റിയാണ് ഈ സഹകരണ സംഘങ്ങൾ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി സർക്കാരിന് പണം നൽകുന്നത്. ആ നിക്ഷേപകർക്ക് പണം അല്ലെങ്കിൽ പലിശ തിരിച്ചു നൽകാൻ കഴിയാതെ പല സഹകരണ സംഘങ്ങളും പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് 2000 കോടിക്ക് പുറമെ വീണ്ടും 1000 കോടി കൂടി ഉടൻ നൽകണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടിയാണ് വീണ്ടും പണം കണ്ടെത്താനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് പ്രകാരം എത്രയും വേഗം പണം കണ്ടെത്തി നൽകാനുള്ള നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഇതും സഹകരണ സംഘങ്ങളെ ഏതായാലും വലിയ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എത്രത്തോളം സഹകരണ സംഘങ്ങൾ ഇതിനോട് സഹകരിക്കുമെന്നും ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. ഏതായാലും സംസ്ഥാന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു. അതേസമയം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു. സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ മുടങ്ങുകയാണെങ്കിൽ അത് സർക്കാരിന് വീണ്ടും കനത്ത തിരിച്ചടിയാകും. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിധേനയും അതായത് രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് തുടരുകയാണ്. അതേസമയം തന്നെ സർക്കാരിന്റേതായ ധൂർത്തും യഥേഷ്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ പരിഹാരം കാണാൻ വേണ്ടി സഹകരണ സംഘങ്ങളിലെ നിക്ഷേപം യഥേഷ്ടം ഇങ്ങനെ വകമാറ്റിക്കൊണ്ടിരിക്കുക എന്നതാണ് ഇപ്പോൾ സർക്കാർ കാണുന്ന ഏറ്റവും വലിയ പോംവഴി. മാത്രമല്ല നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. ഈ സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച വാദങ്ങൾ, അത് ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകൾ നേരത്തെ ജനജീവി തന്നെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. 1582 കോടിയുടെ ക്രമക്കേടുകളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ സഹകരണ സംഘങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നിരിക്കുന്നത്. ഇതിനു പുറമെയാണ് ഈ സഹകരണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ക്ഷേമ പെൻഷനുകൾ നൽകുന്നതിന് വേണ്ടി കോടികൾ വകമാറ്റുന്നത് എന്നതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അമൽ, യെസ്, അത് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പെൻഷൻ നൽകേണ്ടതുണ്ട്. പക്ഷേ അതിനുള്ള പണം സർക്കാരിനില്ല. അതിന് സഹകരണ സംഘങ്ങളെ പിടിയുന്ന ഒരു സാഹചര്യം. സാമൂഹ്യ സുരക്ഷാ വിതരണത്തിന്
പെൻഷൻ വിതരണത്തിന് 1000 കോടി കൂടി കണ്ടെത്താനാണ് സഹകരണ സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2000 കോടിക്ക് പുറമെ 1000 കോടി കൂടി കണ്ടെത്തണം. ഇതിന് സംബന്ധിച്ച് ഉത്തരവിറക്കിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ. ഉത്തരവിന്റെ പകർപ്പടക്കമാണ് ആർ രാജീവ് വിവരങ്ങൾ പങ്കുവച്ചത്.